ഇടുക്കിയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അണിയറ നീക്കങ്ങൾ സജീവമാക്കി മുന്നണികൾ. കഴിഞ്ഞ 2 തവണ മത്സരിച്ചവരെ തന്നെ കളത്തിലിറക്കാനാണ് LDFന്റെയും UDFന്റെയും നീക്കം. BDJSന്റെ സീറ്റ് BJP ഏറ്റെടുക്കാനുള്ള കരുനീക്കങ്ങളും സജീവമാണ്. സങ്കീർണമായ ഭൂപ്രശ്നങ്ങളും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും വന്യമൃഗശല്യവുമെല്ലാം സജീവ ചർച്ചയാകുന്ന മണ്ഡലത്തിൽ പരിചയസമ്പന്നരെ തന്നെ കളത്തിലിറക്കാനാണ് മുന്നണികളുടെ നീക്കം. LDF പാളയത്തിൽ പ്രഥമ പരിഗണന ജോയ്സ് ജോർജിനാണ്. UDFൽ സിറ്റിംഗ് MP ഡീൻ കുര്യാക്കോസും മത്സരിക്കും. ഇരുവരുടെയും കന്നിയംഗമായ 2014 സഭയുടെ പിന്തുണയോടെ ഹൈറേഞ്ച് സംരക്ഷണ സമിതി പ്രതിനിധിയായി എത്തിയ ജോയ്സ് ജോർജിനായിരുന്നു വിജയം. 2019 ജില്ലയിലെ ഉയർന്ന ഭൂരിപക്ഷത്തിൽ ഡീൻ മണ്ഡലം തിരിച്ചുപിടിച്ചു. CPM പാളയത്തിലെത്തിയ ജോയ്സിലൂടെ മണ്ഡലം കൈപ്പിടിയിലൊതുക്കാമെന്നാണ് LDF കണക്കുകൂട്ടൽ. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ഏത് സാഹചര്യത്തിൽ വന്നാലും തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉജ്ജ്വലമായ വിജയം നേടുന്നതിന് ആവശ്യമായുള്ള എല്ലാ സംഘടനാ പ്രവർത്തനങ്ങളും ഞങ്ങൾ സജ്ജമായിട്ടുണ്ട്. കേരള കോൺഗ്രസ് മുന്നണി വിട്ടെങ്കിലും മണ്ഡലം കൈവിടില്ലെന്നാണ് UDFന്റെ പ്രതീക്ഷ. ഇടുക്കി നിയോജക മണ്ഡലത്തിൽ ആര് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് മത്സരിച്ചാലും UDF വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏത് സ്ഥാനാർത്ഥിയും സ്വാഗതം ചെയ്യും. കോട്ടയത്ത് BDJS സ്ഥാനാർത്ഥിയായി തുഷാർ വെള്ളാപ്പള്ളി എത്തിയാൽ ഇടുക്കി സീറ്റ് BJP ഏറ്റെടുക്കും. അങ്ങനെ വന്നാൽ BJP മധ്യമേഖലാ പ്രസിഡന്റ് N ഹരിയാകും ഇടുക്കിയിലെ NDA സ്ഥാനാർത്ഥി. ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാക്കാതെ അണിയറ നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. മീഡിയ 1 ഇടുക്കി.